മാന്യ സദസ്സിന് നമസ്കാരം. ദൈവം തന്റെ സ്നേഹം കൊണ്ട് ഭൂമിയെ തഴുകിത്തലോടിയ സുന്ദര രാവാണ് ക്രിസ്തുമസ്. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി രക്ഷകനെ വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറപ്പെട്ട സുന്ദര സുദിനം. എല്ലാത്തിനും മധുവനായിട്ടും എളിമയുടെ ഉത്തമ മാതൃകയായി കാലിത്തൊഴുത്തിൽ ക്രിസ്തു പൂജാതനായ പുണ്യ നിമിഷം. ക്രിസ്തുമസ് എന്നത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രത്യാശയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ പ്രത്യാശ എന്തിലേക്കാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വ്യഗ്രതയിലാണ് മനുഷ്യൻ ഇന്ന്. ജാതിപരമായും മതപരമായും രാഷ്ട്രീയപരമായും എന്തിനേറെ പറയുന്നു, ദൈവങ്ങളുടെ പേരിൽ പോലും തമ്മിൽ പോരാടുന്ന മനുഷ്യവർഗത്തെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യന്റെ വായും മൂക്കും മൂടിക്കെട്ടാൻ ഒരു കുറഞ്ഞ കാലത്തേക്കെങ്കിലും നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത COVID-19 എന്ന വൈറസിന് സാധിച്ചു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. താൻ നേടിയെടുത്തെല്ലാം വ്യർത്ഥമായി തീർന്നു എന്ന് ചിന്തിച്ച നേരം, ലോകവ്യഗ്രതയിൽ അകപ്പെട്ട മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച നിമിഷം. ഈ സാഹചര്യത്തിലൂടെയാണ് പ്രത്യാശയുടെ കിരണങ്ങൾ വിതറിക്കൊണ്ട് മണ്ണിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുന്നത്. ജനന തിരുനാളിനായി ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയം യേശു ജനിച്ച പുൽക്കൂട് പോലെ തുറക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തിലേക്കും ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരിലേക്കുമുള്ള പൂർണ്ണ തുറക്കപ്പെടൽ. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കുന്ന ഒരു ഹൃദയം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഹൃദയം. ഇത്തരം ഹൃദയങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള ഹൃദയങ്ങളാണ് പുൽക്കൂടുകളെ മാറേണ്ടതും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്നും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും സാധിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടാതെ, നാം ആയിരിക്കുന്ന ഭവനത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട്, ചുറ്റുമുള്ളവർക്ക് ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി തീർന്ന നക്ഷത്രമായിക്കൊണ്ടും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ക്രിസ്മസും പ്രത്യാശയുടെ കിരണങ്ങൾ വിതറിക്കൊണ്ടുള്ളതായിരിക്കുന്നത് പോലെ ഈ ക്രിസ്മസ് ഇന്ന് ലോകത്തെ കീഴടക്കിയിരിക്കുന്ന വൈറസിൽ നിന്നുള്ള മോചനത്തിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.